Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer start ചെയ്തോളൂ ട്ടോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്മ ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്മ ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. Okay, sign in. Good morning, ma'am. Good morning, friends. Today we'll get into a new class and hope everybody is safe and healthy. And today we are going to continuing the Unit 7 programs of developing value of various kinds. And let's get into the class. Thank you. Thoughts? A little effort today leads to big wins tomorrow. ഇന്ന് ചെറുതായി ശ്രമിച്ചാൽ നാളെ വലിയ വിജയങ്ങൾ ലഭിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് യൂണിറ്റ് 4 അല്ലെ, പാർട്ട് 4 യൂണിറ്റ് 7 ആണ്. പ്രോഗ്രാംസ് ഫോർ ഡെവലപ്പിംഗ് വാല്യൂസ് ഓഫ് വാരിയസ് കൈൻഡ്സ്. നമ്മളതിൽ പറഞ്ഞത് കമ്മ്യൂണിറ്റി പ്രയർ, ഹെൽത്ത് ആൻഡ് ക്ലീൻലിനെസ് പ്രോഗ്രാംസ്, SUPW ഒരു ആക്ടിവിറ്റി ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, ഓർമ്മയുണ്ടാ? ചെയ്തായിരുന്നോ? Special class presentations. Okay. Cultural and recreational activities. Then citizenship training programs വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ചെറിയൊരു ഭാഗം കൂടി അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഓക്കെ, ആ ഭാഗം കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് നമുക്ക് വായിക്കാം കേട്ടോ. ഓക്കെ, 7th പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ്. സെവൻത്ത് പോയിന്റ് വായിക്കാം കേട്ടോ. ആക്ച്വലി ഞാൻ തമ്പിടാട്ടോ.
എക്സ്പ്ലെയിൻ ചെയ്യാം. വായിച്ചു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? യെസ് മാം. ഇതില് സോഷ്യൽ സർവീസ് പ്രോഗ്രാം നമ്മൾ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസ് നമുക്ക് സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് പറയുന്നത്. ഇതിൽ കൂടെയുള്ള ഗുണങ്ങളാണ് പറയുന്നത്. അപ്പൊ സാമൂഹിക പ്രവർത്തനങ്ങള് നമുക്ക് സാമൂഹികമായിട്ടുള്ള ഒരു യൂണിറ്റി ഉണ്ടാകും. പിന്നെ അവരുടെ ഒരു നന്മ ഉണ്ടാകും. അതായത് സൊസൈറ്റിയുടെ ഒരു ബിലോങ്ങിങ്സ് ഒക്കെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഈ സ്കൂൾ വഴിയൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു സാമൂഹിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എല്ലാ സ്കൂളുകളും ഇതൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. അതായത് നമ്മുടെ ടൗണുകളിൽ നിന്നും ഉൾപ്രദേശങ്ങളിലേക്കുള്ള സ്ഥലങ്ങളില് വിദ്യാഭ്യാസം കുറവുള്ള ഭാഗത്ത് സാക്ഷരത ക്ലാസ്സുകൾ നടത്തുക. അവർക്ക് വേണ്ടിയിട്ട് സാക്ഷരതാ ക്ലാസ്സുകൾ നടത്തുക. പിന്നെ ലോക്കൽ ഫെസ്റ്റിവൽസ്, അതായത് പ്രാദേശികമായ നമ്മുടെ ലോക്കൽ ഏരിയയിലുള്ള ഫെസ്റ്റിവൽസിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചുകൂടെ നന്നാക്കി ആളുകളെ ഇൻക്ലൂഡ് ചെയ്ത് പരിപാടികൾ നന്നാക്കി എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ പരിസ്ഥിതി ശുചിത്വത്തിന്റെ പ്രാധാന്യം അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നാട്ടുകാരെ അങ്ങനെയുള്ള ഏരിയകളിൽ പോയി അറിയിക്കാൻ അതിനുള്ള ക്യാമ്പയിനുകൾ, ക്ലാസ്സുകൾ നടത്തുക. മാക്സിമം നമ്മൾ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നടത്തണം. അതിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ പ്ലക്കാർഡ്സ്, പോസ്റ്റേഴ്സ് ഇതുപോലെയൊക്കെ തയ്യാറാക്കി ചെറിയ ചെറിയ സ്ട്രീറ്റ് ഡാം, അതുപോലെ എന്താ അതിന് പേര് പറഞ്ഞ തെരുവ് നാടകം, അതിന്റെ പേര് ഞാൻ മറന്നു. എന്റെ മോളൊക്കെ അതേപോലെ മക്കൾ രണ്ടുപേരും അതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടെ ആ ഒരു സൊസൈറ്റിക്ക് അവരെ എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാകും. പിന്നെ സ്കൂളിലും സ്കൂളിന്റെ പുറത്തേക്കും ചെറിയ ചെറിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പം ഇവർക്ക് ചില സ്ഥലങ്ങളിലേക്ക് റോഡുകൾ ഉണ്ടാവില്ല. ചെറിയ കട്ട് റോഡോ അല്ലെങ്കിൽ ചെറിയ വീട് വഴിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അവിടേക്ക് സ്കൂളുകളിലേക്ക് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെയിൻ റോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ സോഷ്യൽ വർക്കറെയും കൂട്ടി പഞ്ചായത്തുകൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ സമീപിച്ച് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്ത് അവർക്ക് അത് ചെയ്തു കൊടുക്കുക. അതുപോലെ പൊതു ഗാർഡൻ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് അവർക്ക് പെയിന്റിങ് ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി, അത് നാട്ടുകാര്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്യുമ്പം കുറച്ചുകൂടി ആയിരിക്കും. അത് കഴിഞ്ഞ് പരിസ്ഥിതി മലിനീകരണങ്ങള്, പിന്നെ സ്ത്രീധനത്തെ, അതായത് ഇപ്പം നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സ്ത്രീധനത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ, അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സൊക്കെ എടുത്ത് വേണ്ടി തയ്യാറാവുക. സ്കൂളുകളിലേക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. എക്സ്പ്ലനേഷൻ വേറെ ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? ഇല്ല. ഓക്കെ, 7th പോയിന്റ് ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മുടെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ആക്ടിവിറ്റി തന്നിരുന്നു. SUPW എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ പർപ്പസ് എല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വായിച്ചു തുടങ്ങാം. ഓരോരുത്തരായിട്ട് വായിച്ചു തുടങ്ങാം. വായിച്ചോട്ടെ മാം. Socially useful productive work. SUPW. SUPW is a program introduced in school as part of the curriculum, especially under the National Policy on Education in India. It means learning by doing. Students perform productive work that has social, economic, or cultural value for the community. Socially useful productive work in the education sector refers to educational activity that the combine learn with the practical work, which benefit both students and society.
The main idea is to help students develop social responsibility, practical skill, and moral values while contributing meaningful to their community. Example, the pottery and clay modeling, creating functional item like post or decorative items, woodwork and building or repairing school furniture, basic masonry work, art and decoration, mural painting, wall decoration, artificial flower making, best out of the waste project like that. Food preparation and preservation. Learn to make food like jam, juice, salad, burger, and planning for nutritious food, low cost meals, operating school canteens like that. These are the examples for food preparation and preservation. Elec- Electronics and basic repairs. Learning to repair simple electrical, fuse, or household appliances. Textiles work. Stitching and tailoring, handcrafting, making small soft toys, etc. ഇതിന് മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സോഷ്യൽ സർവീസിലേക്ക് എന്താണ് കൊടുക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് health and hygiene camping, organizing cleanliness drive to local park or social premises, creating awareness camping about health and nutrition. Educational support, tutoring underprivileged children, organizing adult literacy program. ഇപ്പോൾ സുജിത പറഞ്ഞ പോലെ തന്നെയാണ് ഇത്. ഹെൽത്ത് ആൻഡ് ഹൈജീനിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാമ്പയിൻസ് നടത്താൻ പറ്റും. അപ്പോൾ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലക്കാർഡ്സ് അങ്ങനെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്യാമ്പയിൻസ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് ഇപ്പൊ ക്ലീനിങ് പ്രോഗ്രാമോ ഒരു പാർക്കോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ക്ലീനിങ് പ്രോഗ്രാമോ അങ്ങനെ അവർക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റും. പിന്നെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ്, വളരെ പാവപ്പെട്ട കുടുംബങ്ങളിലുള്ള എന്താ പറയാ ഫെർദർ എഡ്യൂക്കേഷന് പോകാൻ പറ്റാത്ത കുട്ടികൾ അല്ലെങ്കിൽ ഒരു ബേസിക് എഡ്യൂക്കേഷൻ പോലും അവർക്ക് പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ലിറ്ററസി ട്യൂട്ടറിങ് ക്ലാസ്സസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ അഡൾട്ടിന്റെ ലിറ്ററസി പ്രോഗ്രാം, അതിനെന്തോ പറയാനുണ്ടല്ലോ മറന്നുപോയി. ഓക്കെ, സോറി. അപ്പോ അതുപോലെ ഏജ് ആയിട്ടുള്ളവർക്ക് ഉള്ള അഡൾട്ടിന്റെ ലിറ്ററസി പ്രോഗ്രാംസ് കൊടുക്കാൻ പറ്റും. പിന്നെ സപ്പോർട്ട് ഫോർ വോളണ്ടറബിൾ പോപ്പുലേഷൻ, വോളണ്ടറിങ് അറ്റ് ദ ലോക്കൽ NGOs, ഹോസ്പിറ്റൽ ഓർ എൽഡർലി കെയർ ഹോംസ്, ഓർഗനൈസ്ഡ് ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ്സ് എക്സെട്ര. ഇത് എന്താ പറയാ സമൂഹത്തിൽ ഏറ്റവും ഒറ്റപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങളിൽ പെടുന്ന മനുഷ്യന്മാരുണ്ട്. അതില് കുട്ടികൾ ഉണ്ടാവാറുണ്ട്, അച്ഛനമ്മയും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അങ്ങനെ അനാഥരാക്കപ്പെട്ട കുട്ടികളുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമിലൊക്കെയുള്ള നമ്മുടെ എൽഡർ സിറ്റിസൺസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്തി ബേസ്ഡ് ക്യാമ്പയിൻസ് നടത്താം, പിന്നെ ബ്ലഡ് ഡൊണേഷൻസ് നടത്താം. അതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ community infrastructure project, participating in the 3 planting initiative or community garden project, help with road safety campaign, class conducting about the traffic rules. ഇതിൽ വരുന്നത് ഒരു നമുക്കിപ്പോ മരങ്ങളുടെയും ചെടികളുടെയും ആവശ്യങ്ങളൊക്കെ എന്താ പറയാ കൂടി ഇത്രയും പൊല്യൂട്ടഡ് ആവുന്ന ഈ സിറ്റുവേഷനിൽ നമുക്കൊരു മരം വെച്ച് പിടിപ്പിക്കുന്നതിനെ പറ്റിയുള്ള അവയർനെസ്, ഒരു മരത്തിനുള്ള വാല്യൂ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനത്തെ പ്ലാന്റിങ് ട്രീസിന്റെ ഒരു ക്യാമ്പയിനിങ് നടത്താൻ പറ്റും. പിന്നെ റോഡ് സേഫ്റ്റി, കൂടി വരുന്ന റോഡ് അപകടങ്ങളെ പറ്റി അവർക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റും. ട്രാഫിക് റൂൾസിനെ പറ്റി കുട്ടികൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ക്യാമ്പയിൻസ് ഒക്കെ നടത്താൻ പറ്റും. Fundraising and awareness, organizing camping to raise awareness and fund for social issue or disaster relief effort. ഇതിപ്പോ പറയുന്നത് ഒരു ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ക്യാമ്പയിൻ. നമ്മൾ കുറെ ക്യാമ്പയിൻ കണ്ടിട്ടുണ്ട്, കുറെ ക്യാമ്പയിന്റെ ഭാഗം നമ്മളും ആയിട്ടുണ്ടാവും. ഇപ്പോ പല ഡിസാസ്റ്റേഴ്സ് വരുന്ന സമയത്ത്
നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ക്യാമ്പയിനിങ് നടത്താം. അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പം മാരകമായ അസുഖങ്ങൾ പിടിപെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിനിങ്, അങ്ങനെ ഒരു ഫണ്ട് റേസിങ് ക്യാമ്പയിനിങ് അവയർനെസ്, അതൊക്കെ സോഷ്യലി ഭയങ്കര ഇഫക്റ്റ് ഉണ്ടാക്കുന്നതും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് നടത്താം. ഇതൊക്കെയാണ് സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്കിൽ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ. താങ്ക് യു. ഞാൻ വായിക്കാം മാം. ഓക്കെ, നെക്സ്റ്റ്. നന്നായിരുന്നു അല്ലേ ഷോണിമ? നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ശബ്ദ What Start is SUPW? SUPW stands for Socially Useful Productive Work. It is a subject or activity included in many Indian school curriculum. അതായത് ഇന്ത്യൻ സ്കൂൾ കരിക്കുലത്തിലാണ് അത്. CBSE, ICSE പോലുള്ള സ്കൂളിലാണ് ഇത് കൂടുതലായിട്ടും ഈ ആക്ടിവിറ്റികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ സ്റ്റാർട്ട് ആയിട്ടില്ല. That encourages students to do ഒരു മിനിറ്റ് മാം. ഓക്കെ ഒരു മിനിറ്റ് മാം, ഞാൻ ഒരു നെക്സ്റ്റ് ഞാൻ വായിക്കേ. ഓക്കെ. വേറെ ആരെങ്കിലും? ഞാൻ വായിക്കാം. ആദിത്യ. SUPW stands for Socially Useful Productive Work. It is a program introduced in Indian schools to promote holistic development, social responsibility, and community service among students. It aims to bridge the gap between theoretical knowledge and practical application, fostering skills like teamwork, problem solving, and communication. Objective. The objective of SUPW are multi-faced and focus on holistic development, skill building, community engagement, character building, environment awareness. By achieving these objectives, SUPW aims to create well-rounded, responsible, and socially conscious individuals who can contribute to national environment. Purpose: development practical skills and self-reliance, fosters social responsibility and community engagement, promote holistic development and character building, encourage civic engagement and environment awareness, provide career orientation and exploration opportunities. SUPW aims to create responsible, skilled, and socially conscious individuals who can contribute positively to society. ഓക്കെ, നെക്സ്റ്റ് സുജിത. ഞാനിതില് ഇപ്പം വർക്ക് തന്നപ്പോ തന്നെ ഞാൻ എല്ലാവരും ഒരുപോലെയാണ് ചെയ്യാന്നുള്ളൊരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാന്നുണ്ട്. അതിന്റെ മീനിങ്, അതിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് ആദ്യമായിട്ട് ഞാനിതില് ഇന്ന് രാവിലെ തൊട്ടായിരുന്നു ഇത് ഇങ്ങനെ എഴുതാന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇതില് ഞാൻ ചെയ്തിരിക്കുന്ന 4 ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ പീപ്പിൾസ് ഈ ഒരു SUPW എങ്ങനെയാണ് ഇതിന്റെ വർക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതിന്റെ കുറച്ച് അവരുടെ ഫേമസ് ആയിട്ടുള്ള വാക്കുകളുണ്ട്. അതിനേക്ക് ഇത് വളരെ എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു വാക്കുകളാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ മരിയ മോണ്ടിസോറി ആണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ദ ഹാൻഡ്സ് ആർ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് മാൻസ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിയുടെ ഉപകരണങ്ങൾ അവരുടെ കൈകളിൽ തന്നെയാണെന്നാണ് മരിയ മോണ്ടിസോറി വിശ്വസിക്കുന്നത്. അവരുടെ എഡ്യൂക്കേഷൻ ഫിലോസഫി പറയുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് SUPW വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലേണിംഗ് ത്രൂ ഡൂയിങ് ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ്, അതായത് നമ്മള് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി, അതായത് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാന്നുള്ളൊരു ബിലീവാണ് മരിയ മോണ്ടിസോറിക്ക് ഉണ്ടായിരുന്നത്. രണ്ടാമത്തത് സ്വാമി വിവേകാനന്ദയാണ്. സ്വാമി വിവേകാനന്ദ പറഞ്ഞിരിക്കുന്നത് ദേ എലോൺ ലൈവ് ഹൂ ലീവ് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് ജീവിക്കുന്നവരാണ് സത്യത്തിൽ ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിൽ തന്നെ ഒരുപാട് അതായത് സെൽഫ്ലെസ് സർവീസ് ആൻഡ് പ്രാക്ടിക്കൽ ആക്ഷൻസ്, അതായത് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക്, അതായത് സ്വാമിജിയുടെ വാക്കുകൾ എപ്പോഴും ഒരു സ്വാർത്ഥരഹിത സേവനത്തെയും പ്രായോഗിക പ്രവർത്തനങ്ങളെയും പ്രാധാന്യം അർഹിക്കുന്നു. ഇത് നമ്മുടെ SUPWയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് സ്വാമി വിവേകാനന്ദന്റെ ഈ ഒരു
വാക്ക്, അതായത് ദേ എലോൺ ലൈവ് ഹൂ ലിവ് ഫോർ അതേഴ്സ്. അത് മറ്റുള്ളവർക്കായി, അതായത് നമ്മൾ സോഷ്യൽ സർവീസ് ചെയ്യുന്നത് എപ്പോഴും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം, നമ്മുടെ ഇതിന് വേണ്ടിയിട്ടാവരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത് എക്സലൻസ് ഹാപ്പൻസ് നോട്ട് ബൈ ആക്സിഡന്റ്, ഇറ്റ് ഇസ് എ പ്രോസസ്. അതായത് മികവ് നമുക്ക് യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല, മറിച്ച് അത് അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. അപ്പം കലാം സാർ വിശ്വസിച്ചിരിക്കുന്നു, അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത് എന്താ വെച്ചാല് കുട്ടികളെ, അതായത് തോട്ട പരിശീലനം മുതൽ സാങ്കേതിക സൃഷ്ടികൾ വരെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കും. അത് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന കാര്യമാണ്. അദ്ദേഹം കുട്ടികളെ എത്രത്തോളം എൻകറേജ് ചെയ്തിരുന്നു ഈ കാര്യം എന്നുള്ളത്. അപ്പൊ കലാം സാർ എൻകറേജ് സ്റ്റുഡൻറ് എൻഗേജ് ഇൻ പ്രൊഡക്റ്റീവ് ഹാൻഡ്സ് ഓൺ വർക്ക് ഫ്രം ഗാർഡനിങ് ടു ടെക്നിക്കൽ ഇന്നോവേഷൻ, റിഫ്ലക്ടിംഗ് വാല്യൂസ് ഓഫ് SUPW ഇൻ ഡെവലപ്പിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്കിൽസ്. അതായത് SUPW പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ പ്രായോഗികതയും ഉത്തരവാദിത്വവും എങ്ങനെ കുട്ടികളിലേക്ക് വളർത്തുക എന്നുള്ളതാണ്. ഇതിന് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അടുത്ത പറയുന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. മഹാത്മാഗാന്ധിയുടെ ഒരു ഫിലോസഫി, അതായത് മഹാത്മാഗാന്ധിയുടെ ഒരു ഫിലോസഫി ഉണ്ട്, ലേണിംഗ് ത്രൂ വർക്ക്. ഈ ഒരു ഫിലോസഫിയെ ബേസ് ചെയ്തിട്ടാണ് 1977 ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റി ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ് യുവർ സെൽഫ് ഇസ് ടു ലോസ് യുവർ സെൽഫ് ഇൻ ദ സർവീസ് ഓഫ് അതേഴ്സ്. അതായത് തന്നെ കണ്ടെത്താനുള്ള മികച്ച മാർഗം മറ്റുള്ളവർക്കായി സേവനം ചെയ്യുക എന്നതാണ്. ഇതെല്ലാം ഇപ്പൊ ഈ പറഞ്ഞ 4 പേരുടെയും വാക്കുകളെല്ലാം SUPW ആയിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. ഗാന്ധിജി ബിലീവ്ഡ് ഇൻ ഡിഗ്നിറ്റി ഓഫ് ലേബർ ആൻഡ് എഡ്യൂക്കേഷൻ ത്രൂ പ്രൊഡക്റ്റീവ് വർക്ക് വിച്ച് ഇസ് ദ മെയിൻ സ്പിരിറ്റ് ഓഫ് SUPW. അതായത് ഗാന്ധിജി വിശ്വസിച്ചിരിക്കുന്നത് തൊഴിൽ മാന്യതയിലും ഉൽപാദകമായ പ്രവർത്തനങ്ങളിലെയും വിദ്യാഭ്യാസത്തിലും ഉണ്ട്. അതാണ് SUPW പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ 4 പേരുടെ പ്രധാനപ്പെട്ട വാക്കുകളും അത് SUPW എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഒറിജിൻ ഓഫ് SUPW എന്ന് പറയുന്നത് ദ കൺസെപ്റ്റ് ഓഫ് SUPW വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇറ്റ് വാസ് ഫസ്റ്റ് സജസ്റ്റഡ് ബൈ ദ ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റി ഇൻ 1977 ബേസ്ഡ് ഓൺ ഗാന്ധിജീസ് ഫിലോസഫി ഓഫ് ലേണിംഗ് ത്രൂ വർക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കൺസെപ്റ്റ് നമ്മൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയാണ് ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഗാന്ധിജിയുടെ ഫിലോസഫിയായ ലേണിംഗ് ത്രൂ വർക്ക് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റി ഇങ്ങനെ ഒരു ആശയം സമർപ്പിച്ചത്. The idea was included in the National Policy of Education 1986 as a compulsory part of school curriculum. അതായത് 1986 നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷനിലെ ഇത് സ്കൂൾ കരിക്കുലത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ആക്കണമെന്ന് തീരുമാനമായി. SUPW means learning by doing useful work that helps both the students and society. It teaches practical skills, social values and respect for labor. അതായത് ഇത് നമ്മളിപ്പോ ഇതിന്റെ മീനിങ് ഇപ്പം 2 പേര് പറഞ്ഞതിലും സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട്. സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ, നമ്മുടെ കഴിവും നമ്മുടെ സ്കില്ലും നമ്മുടെ സോഷ്യൽ വാല്യൂസും എല്ലാത്തിനോടും റെസ്പെക്ട് കാണിച്ചതുകൊണ്ട് എത്രത്തോളം മികവുറ്റതായി മറ്റുള്ളവർക്കും വേണ്ടി സേവനം ചെയ്യാം എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നതാണ് ഇതിൽ പറയുന്നത്. SUPW ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. SUPW stands for Socially Useful Productive Work. It is an important part of school education that teaches students the value of work and service to society. Through SUPW activities like gardening, craft, cleaning and helping others, students learn practical skills, teamwork and social responsibility. It helps in all around development of student and prepare them to become responsibility citizen. അതായത് ഈ ഒരു SUPW എന്ന ഈ 4 അക്ഷരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, സ്റ്റുഡൻസ് എത്രത്തോളം റെസ്പോൺസിബിലിറ്റിയും ഉള്ള ഒരു പൗരനായ ഒരു സിറ്റിസൺ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലും, അവർക്ക് എത്രത്തോളം എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതായത് ഒരു മടിയും കൂടാതെ ഒരു സോഷ്യൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നതിന് ഏറ്റവും നല്ല തെളിവാണ് ഈ SUPW എന്ന് പറയുന്നത്. ഇതിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് to develop dignity of labor, students learn to respect all kinds of work. Next, to make education practical, it helps students connect classroom learning with real life activities. ഇത് ഓരോ പോയിന്റ് ആയിട്ടാണ്. Next, to develop social responsibilities. Next, to promote creativity and self-reliance. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇതിന്റെ ഹെഡിങ് ടു ഡെവലപ്പ് ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് അവരുടെ ലേബേഴ്സിന് എത്രത്തോളം റെസ്പെക്ട് കൊടുത്ത് അവരോട് എത്രത്തോളം ദയാപരമായിട്ടും സ്നേഹത്തോടും സഹതാപത്തോടും അവർ കാണണം എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ടു മേക്ക് എഡ്യൂക്കേഷൻ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്
to help students connect classroom learning with real life activities. അതായത് ഈ സോഷ്യൽ വർക്ക് ചെയ്യുന്നതിലൂടെ സ്റ്റുഡൻസ് കുട്ടികൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും പഠിച്ച് ഒരു ഉന്നത നിലയിലുള്ള ജോലി കിട്ടണമെന്നില്ല. ഏത് നിലയിൽ ലോക്കൽ വർക്ക് ചെയ്യേണ്ടി വരും, ഏത് നിലയിലുള്ള ജോലിയും ചെയ്യണമെങ്കിലും അവർക്ക് ഈ ഒരു വർക്ക് ചെയ്യുന്നതിലൂടെ അവരെ അതിന് പ്രാപ്തരാക്കും. നെക്സ്റ്റ്, ടു ഡെവലപ്പ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, അതായത് സൊസൈറ്റിയിലേക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും. അതായത് കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്, അതായത് അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി വളർത്തുക. ടു പ്രൊമോട്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് റിലയൻസ്, സ്റ്റുഡൻസ് യൂസ് ദെയർ സ്കിൽസ് ടു മേക്ക് യൂസ്ഫുൾ തിങ്സ്. അതായത് കുട്ടികൾ അവരുടെ കഴിവുകള് കമ്മ്യൂണിറ്റിക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. നെക്സ്റ്റ്, ടു ബിൽഡ് ടീം വർക്ക് ആൻഡ് കോപ്പറേഷൻ. SUPW projects often involve group activities. എപ്പോഴും SUPW എന്ന് പറയുന്ന ഒരു സിംഗിൾ പേഴ്സൺ നയിക്കുന്ന വർക്കെല്ലാം ഒരാളിലൂടെ മറ്റു പലരും ചേർന്നത് ഗ്രൂപ്പ് വർക്കാണ് എപ്പോഴും SUPW നടത്തുന്നത്. To develop values like discipline and hard work, it trains students to be sincere and responsible citizen. അതായത് ഇത് SUPW ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നതും ഹാർഡ് വർക്ക് ചെയ്യുന്നതിലൂടെയും കുട്ടികളെ അവർക്ക് സത്യസന്ധമായിട്ടും ഉത്തരവാദിത്വമുള്ള പൗരന്മാരായിട്ടും സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവരെ പ്രാപ്തരാക്കുന്നു. നെക്സ്റ്റ്, that create awareness about the environment and society. Activities like gardening, cleanliness, driving and handicrafts helps in social and environment development. അപ്പം ഈ കുട്ടികൾ ഇത്രത്തോളം ധൈര്യത്തോടെ അത് സ്ട്രോങ് ആയിട്ടുള്ള കോൺഫിഡന്റോടുകൂടിയും സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ഒരു വർക്ക് ചെയ്യാൻ കുട്ടികളെ തയ്യാറാക്കാൻ SUPWക്ക് വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് എന്റെ ലാസ്റ്റ് പോയിന്റ് ആണ്. താങ്ക് യു. എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. ഓക്കെ, നന്നായിരുന്നു അല്ലേ? നെക്സ്റ്റ് ആരാ? ഞാനിനി പറയണം മാം, സുജിത് തന്നെ കംപ്ലീറ്റ് പറഞ്ഞു. ഇനി ഒന്നും അതിനെ കുറിച്ച് പറയാനില്ല. നല്ല ഡീറ്റെയിൽസ് ആയിട്ട് അവള് പറഞ്ഞു. നല്ല മനസ്സിലാവുന്ന തരത്തില് നല്ല ഫുള്ള് എല്ലാവരുടെയും തോട്ടെല്ലാം വെച്ച് പറഞ്ഞു അവള്. അല്ല, എല്ലാവരും പ്രിപ്പയർ ചെയ്ത് അവതരിപ്പിച്ചോളൂ. ഓക്കെ. SUPW subject or activity included in many Indian school curriculum, especially in CBSE and ICSE, that encourages students to do practical, meaningful work that helps society and develops useful skills. ഇതിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ലേൺ ബൈ ഡൂയിങ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ യൂസ്ഫുൾ ടു അതേഴ്സ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ കമ്മ്യൂണിറ്റി. പിന്നെ എക്സാമ്പിൾസ് ഓഫ് SUPW ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മേക്കിംഗ് ക്രാഫ്റ്റ് കാൻഡിൽസ് ഓർ ക്ലോത്ത് ബാഗ്സ്, വിസിറ്റിംഗ് ഓൾഡ് ഏജ് ഹോംസ് ഓർ ഓർഫണേജ്, ടീച്ചിങ് പുവർ ചിൽഡ്രൻസ്, റീസൈക്ലിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ്. നമുക്ക് നമ്മുടെ ചുറ്റുപാടത്ത് എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നോ അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇവിടെ ഞങ്ങളിവിടെ ഓർഫണേജിലും ഓൾഡ് ഏജിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് ഒരു ജീവിതം മറ്റുള്ള നമ്മുടെ മക്കള് പറഞ്ഞാൽ ഫുള്ള് നമ്മളെ ഓരോന്ന് ആവശ്യപ്പെടുമ്പോൾ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ. പക്ഷെ നമ്മൾ ഇടക്കും നിരക്കൊക്കെ നമ്മൾ മക്കളായിട്ട് പോകണം ഓർഫണേജിലും ഓൾഡ് ഏജിലും ഒക്കെ. അതുപോലെ മോള് പ്രാവശ്യം അവളെ കോളേജിൽ നിന്ന് ഓൾഡ് ഏജിലേക്ക് പോയ സമയത്ത് അവിടെ എവിടുന്നോ ഏതൊക്കെയോ ഭാഗത്തുള്ള രണ്ടുപേര് ഒരുപാട് വർഷമായിട്ട് അവരുണ്ട് അവിടെ. അവരുടെ രണ്ടുപേരെ നല്ല അമ്മൂമ്മനും അപ്പൂപ്പനൊക്കെ ആയിട്ടുണ്ട്. അവരുടെ കല്യാണം നടത്തി കൊടുക്കുകയായിരുന്നു. ആ ഒരു ദിവസമാണ് അവിടെ അവര് പോയത്. അപ്പൊ എന്തോരം വിശേഷങ്ങളാണ് പറയണത് എന്ന്. ആ അമ്മൂമ്മ അത്യാവശ്യം നല്ല വയസ്സായിട്ടുണ്ട്. പക്ഷെ അപ്പൂപ്പ എന്ന് പറയുന്നത് നല്ല ജെന്റിൽമാനായിട്ടിരിക്കണ്. പക്ഷെ അവരുടെ കല്യാണം നടത്തി ഭയങ്കര മുല്ലപ്പൂവൊക്കെ വെച്ച് നമ്മൾ സാധാ പുതുപെണ്ണുങ്ങളെ ഒരുക്കുന്ന പോലെ ഒരുക്കി നല്ല രസമായിരുന്നു അന്ന് പോയപ്പോ നമ്മള് പറയാ. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ഇവരെ അവിടുന്ന് ഈ കോളേജിൽ നിന്ന് പോയ കുട്ടികളെ അവരെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അവരോട് പറഞ്ഞയക്കാൻ അവർക്ക് ഇഷ്ടമില്ല. അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. നമ്മളത് പറഞ്ഞു മക്കളൊക്കെ ഇടക്കൊന്ന് പോണം നമ്മള് ഓർഫണേജിലും കാര്യങ്ങളിലൊക്കെ. പിന്നെ പർപ്പസ് എന്ന് പറയുന്നത് ഡെവലപ്പ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ലേൺ പ്രാക്ടിക്കൽ സ്കിൽസ്, ബിൽഡ് ടീം വർക്ക് ആൻഡ് ഡിസിപ്ലിൻ,
connect education with the real life. Then the main object, the aims point wise ആണ് to develop a sense of social responsibility, to make education practical, to develop dignity of labor, to encourage teamwork and cooperation, to train students in useful skills, to promote self-reliance and creativity, to create awareness about community, to help national development. Okay. Okay. Next ആരാ? മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ആക്ടിവിറ്റി ഒന്ന് പറയാവോ? സുജിത പറഞ്ഞിരുന്നു, എനിക്ക് സുഖമില്ലാട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചില്ല, പനിയൊക്കെ ആയിരുന്നു. എന്താണ് ഈ ആക്ടിവിറ്റി? SUPW എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അതിനെക്കുറിച്ച് സെമിനാർ റെഡിയാക്കി അവതരിപ്പിക്കാനില്ലേ? സെമിനാറല്ല, ആക്ടിവിറ്റി ആണ്. അപ്പൊ അതിന്റെ നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് വായിക്കാം. ഓക്കെ മാം. ഓക്കെ, തസ്നി വായിച്ചോളൂ. SUPW, Social Useful Productive Work, is a component of some Indian school curriculum that involves hand-on purposeful activities to develop practical skill and social values. Introduced in 1978 to promote holistic development, it includes community service and vocational projects like gardening, craft, and digital media designed to teach self-reliance, dignity of labor, and cooperation. What's SUPWS? Powerful and meaningful work. It is defined as manual or skill-based work that result in good or services useful to the community. Hand-on learning. Activities are designed to be practical and develop skill beyond traditional academics. Skill and values development. The goal is to be developed competencies like problem solving, teamwork, self-reliance, respect for manual labor, and sense of community service. Holistic education. SUPW is part of well-conducted education, connecting learning with real-world application. Examples of SUPW activities: gardening, kitchen and flower, craft, pottery, paper craft, textiles, embroidery. Digital media, community service, example helping with the local stores, social awareness program. Home economics, example food preservation, cooking. Food presentation, cooking. Health and sanitation, example water purification, nutrition education. Mechanical skills, example repairing fuses. Importance and goals: promote social awareness. Students are encouraged to be useful members of society and contribute to the common good. Build character. It instill positive attitude like cooperation, sympathy, helpfulness, and respect for all kinds of work. Develop practical skill. It provides knowledge and hand-on skill that can be useful for future work and daily life. Fosters a scientific mindset. Activities often involve planning, analysis, and the use of modern technique to appreciate progressive society. സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്നാൽ സാമൂഹികമായി ഉപയോഗപ്രദമായ ഉൽപാദന പ്രവൃത്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രായോഗിക കഴിവുകൾ, സാമൂഹ്യ മൂല്യങ്ങൾ, കമ്മ്യൂണിറ്റി സേവന മനോഭാവം എന്നിവ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു വിദ്യാഭ്യാസ പരിപാടിയാണ്. ഈ പ്രോഗ്രാമിൽ ആരോഗ്യം, ശുചിത്വം, കൃഷി, കരകൗശല വിദ്യകൾ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു. പ്രധാന ലക്ഷ്യങ്ങൾ: വിവിധ ജോലികളിൽ പ്രായോഗിക വൈദഗ്ധ്യം നേടാൻ സഹായിക്കുന്നു. കൈകൊണ്ട് ചെയ്യുന്ന ജോലികളോടുള്ള ബഹുമാനം വളർത്തുന്നു.
വിദ്യാർത്ഥികൾക്ക് ടീം വർക്ക്, സ്വാശ്രയത്വം, സഹായമനസ്കത തുടങ്ങിയ സാമൂഹിക മൂല്യങ്ങൾ നൽകുന്നു. സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ വ്യക്തികളെ വാർത്തെടുക്കുന്നു. സൈദ്ധാന്തിക പഠനത്തെ പ്രായോഗിക അനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. പ്രോഗ്രാമിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ: ആരോഗ്യം, ശുചിത്വം, മെഡിക്കൽ, സസ്യങ്ങൾ വളർത്തൽ, ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണവ. ഭക്ഷണം, അടുക്കളത്തോട്ടം നിർമ്മാണം, ഭക്ഷ്യ സംരക്ഷണം തുടങ്ങിയവ. പാർപ്പിടം, വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വസ്ത്രം, നെയ്ത്ത്, തയ്യൽ, തുണിത്തരങ്ങൾ തുടങ്ങി ഉപയോഗിച്ച വിവിധ പ്രവൃത്തികൾ, കരകൗശല പണികൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ മാം. ഓക്കെ ഓക്കെ ആയിരുന്നു അല്ലേ. നെക്സ്റ്റ് മിസ്സേ, ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. ഇപ്പം നമ്മള് അവതരിപ്പിച്ച തസ്നീം, ഞാൻ ഫസ്റ്റ് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ എനിക്ക് ഒന്നും തോന്നില്ല, പക്ഷെ മലയാളം പറഞ്ഞത് കേട്ടോ. പണ്ട് ആകാശവാണിയിലൊക്കെ ന്യൂസ് റീഡേഴ്സ് ഉണ്ടാവും, അവരുടെ ഒരു ശരിക്കും ഞാൻ പെട്ടെന്ന് അവിടേക്ക് കണക്ട് ആയിപ്പോയി. നല്ല ശബ്ദം, മലയാളം പ്രൊനൗൺസിയേഷൻ നന്നായിട്ടുണ്ട്. ശരിയാണ്, നമ്മള് പറഞ്ഞതല്ല. ഓക്കെ, നെക്സ്റ്റ് ആരാ? നൂറ. മാഡം, ഞാൻ അടുത്തത് വായിക്കാം. ഓക്കെ. അമീഷ. അമീഷയുടെ അല്ലേ അസൈൻമെന്റിന്റെ കാര്യം പറഞ്ഞത് മിസ്സിനോട്? കറക്റ്റ് ചെയ്ത് കിട്ടിയായിരുന്നോ അത്? എന്റെ ഒന്നും അസൈൻമെന്റിന് മാർക്ക് വന്നിട്ടില്ല മാം. തന്നിട്ടില്ല. അത് ജിഷ മിസ് ആണ് എന്റേതും അസൈൻമെന്റ്. വന്നിട്ടില്ല മാം. ഞാനും എന്റേതും എന്റേതും വന്നിട്ടില്ല. ഞാൻ ഒരുപാട് പേരുടെ ഉണ്ട് പേഴ്സണലി അസൈൻമെന്റിന് മെസ്സേജ് മാർക്ക് വരാത്തത്. അയച്ചിരുന്നു. പിന്നെ ഫീസ് കൊടുക്കുന്ന നമ്മൾ ആ ഒരു ആപ്പ് മീൻസ് ആ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, അതിലേക്കും ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു. പക്ഷെ ഒരു റിപ്ലൈയും വന്നില്ല. അവര് വെയിറ്റ് ചെയ്യൂ എന്നാ പറഞ്ഞത്. വേറെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ. എത്ര നാളായപ്പോ അസൈൻമെന്റ് കൊടുത്തിട്ട്? എനിക്ക് തോന്നുന്നു 1 month എബോ ആയിന്ന് തോന്നുന്നു. കറക്റ്റ് നോക്കിയിട്ട് പറയാൻ പറ്റും. ചോദിക്കട്ടെ കേട്ടോ. അപ്പൊ ഓഫീസിൽ പറഞ്ഞപ്പോ ജിഷ മിസ് ആണ് അത് വാല്യൂ ചെയ്യണം. ചിലപ്പോ കുറെ ഇങ്ങനെ കുട്ടികൾ കൊടുക്കുന്നത് കാരണമായിരിക്കാം അങ്ങനെ റിപ്ലൈ ലാഗ് ആവുന്നത്. അതുകൊണ്ടായിരിക്കാം കേട്ടോ. ഞാനൊന്ന് ഓഫീസിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമീഷ പറഞ്ഞപ്പോ. അപ്പോഴാണ് ജിഷ മിസ് ആണ് അത് വാല്യൂ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം. അമീഷ വായിച്ചോളൂ. അപർണ. അപർണ രാഹുൽ. അത് പ്രിപ്പയർ ആയിട്ടില്ലേ? നെക്സ്റ്റ് ആരെങ്കിലും വായിക്കൂ. ഓക്കെ. ന്യൂറ വായിക്കാൻ പറ്റുമോ?
ആരും വായിക്കാനില്ല? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചാപ്റ്റേഴ്സേ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ടെൻഡൻസീസ് ഓഫ് മാൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലെ ക്വസ്റ്റ്യൻസ് മിസ് വായിക്കാം, ഓപ്ഷൻസും പറയാം, നിങ്ങളൊന്ന് ആൻസർ പറയാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഇനി നെക്സ്റ്റ് വീക്ക് ഒക്കെ അവേഴ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കാം കേട്ടോ. ടൈം തീരാറായിട്ടുണ്ട്, അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം ടെൻഡൻസീസ് ഓഫ് മാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. Which of the following is a human tendency identified to Montessori? Which of the following is a human tendency identified to Montessori? Option: to explore and discover, to avoid work, to follow rules strictly, none of the above. To explore and discover, to avoid work, to follow rules strictly, none of the above. Any answer vara? To explore Explore and Discover. Okay. According to Montessori, human tendencies are dash: creativity, order, abstract, all of the above. According to all of them. ഒന്നുകൂടി വായിക്കാം കേട്ടോ. According to Montessori, human tendencies are dash: creativity, order, abstract, all of the above. All of the above. All of the above. All of the above. Okay. Next question. Dash the desire to discover and learn about the environment. Dash the desire to discover and learn about the environment. Option: control, communication, exploration, none of the above. Control, communication, exploration, none of the above. Exploration. Exploration. Correct answer. Okay. How many human tendencies identified by Dr. Maria Montessori? എത്രയാണ്? How many human tendencies? 14. Dash is the ability to understand and work with the numbers. Dash is the ability to understand and work with the numbers. Option: imitation, exactness, communication, calculation. 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 Numbers. Okay. In next term, dash is the ability to generate new ideas. Dash is the ability to generate new ideas. Option: creativity, abstracting, exploration, none of the above. Creativity. Creativity. Identify the fundamental human needs. Identify the fundamental human need. Perfection, independence, repetition, none of the above. Identify the fundamental human need. Perfection, independence, repetition, none of the above. Independence. Independence. Okay. സ്വാതന്ത്ര്യം. Okay. In Montessori method, creativity is closely related to the human tendencies of
dash and dash. In Montessori method, creativity is closely related to the human tendencies of dash and dash. Exploration, imagination, both A and B, none of the above. Both A. Exploration ആണ്. Both A and B ആണ് ട്ടോ. And dash അല്ലെ? അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ നോക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് dash tendencies leads to share the experience. Dash tendency leads to share the experience. Option: gregariousness, concentration, curiosity, exploration. Gregarious. ഓക്കെ, നമ്മള് ഫീലിങ്സ് ഒക്കെ മറ്റുള്ളവരോട് പറയുന്നത് അല്ലെ. ഗ്ലൂമി ആയിട്ടിരിക്കുന്ന കുട്ടി അല്ലെ, വൈകുന്നേരം പോകുമ്പോൾ എന്താണ് ഹാപ്പി ആയിട്ട് പോകുന്നത്. നമ്മള് എക്സാമ്പിളൊക്കെ പഠിച്ചതാണ് അല്ലെ. ഓക്കെ, ഓക്കെ. Next, dash tendency allows to direct effort towards an exact goal. Dash tendency allows to direct effort towards an exact goal. Option: repetition, self-control, work, calculation. Repetition, self-control, work, calculation. Repetition അല്ലേ? Repetition ആണോ? ഒന്നുകൂടി വായിക്കാം. Self-control. സെൽഫ് കൺട്രോൾ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഡാഷ് ടെൻഡൻസി allows to direct effort towards an exact goal. ഓപ്ഷൻ വരുന്നത് കറക്റ്റ് ആൻസർ സെൽഫ് കൺട്രോൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂവ്മെന്റ്സിൽ നോക്കാം കേട്ടോ. നമുക്ക് ഒന്നുകൂടെ പറയാം മാം. ക്ലിയർ ആയില്ലല്ലോ സുജിത? നെറ്റ് പോയോ? ഇല്ല, സൗണ്ട് എന്തോ ക്ലിയർ ഇല്ല, അതാണ് ഞാൻ ചോദിച്ചത്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, Montessori believed that movement helps children dash. Montessori believed that movement helps children dash. ഏതാണ് ഓപ്ഷൻ വായിക്കാം? Develop fine motor skills only. Develop gross motor skills only. Option C: develop eye-hand coordination and concentration. None of the above. Develop fine motor skills only. Develop gross motor skills only. Develop eye-hand coordination and concentration. None of the above. ഏതാ ആൻസർ വരാം? Montessori believed that movement helps children in dash. ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ മിസ്സേ? ഫസ്റ്റ് ഓപ്ഷൻ ആണോ? ഫൈൻ മോട്ടോർ സ്കിൽസ് മാത്രമാണോ ഡെവലപ്പ്? ഇതെല്ലാം മൂന്ന് ഓപ്ഷൻ ഓൺലി പറയുന്നുള്ളൂ. ആൻഡ് ഒരു ഷോർട്ട് ആയിട്ട് അവിടെ കൊടുത്തിട്ടില്ലേ? ഷോർട്ട് ആയിട്ട് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് മോളിലുള്ളത് എന്താണ്? ഐ ഹാൻഡ് കോർഡിനേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ. ഇതാണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഓക്കെ, മൂവ്മെന്റ് ഈസ് കണക്ട് ടു ഡാഷ് ഡെവലപ്മെന്റ്.
movement is connected to dash development. First option, divine. Parallel. Third option, vertical. None of the above. ഏതാ വരാ? Importance വായിച്ചിട്ട് പറഞ്ഞാൽ ഏതാണ്? Divine, parallel, vertical, none of the above. Answer. Answer പറഞ്ഞല്ലോ. ഏതായിരുന്നു പറഞ്ഞ ആൻസർ? Divine, parallel, vertical, none of the above. ഏത് തരം ഡെവലപ്മെന്റ് ഉണ്ടാകാം? മൂവ്മെന്റ് കണക്റ്റഡ് ടു ഡാഷ് ഡെവലപ്മെന്റ്. ഏതാണ്? ഡിവൈൻ ആണ് കേട്ടോ. ഡിവൈൻ. എന്ത് പറ്റി? ഓക്കെ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് അവേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടൈം ആയിട്ടുണ്ട്. അപ്പോ സൈൻ ഔട്ട് പറയൂ ആരെങ്കിലും? ആരുമില്ലേ സൈൻ ഔട്ട് പറയാൻ? Yes, ma'am. പറഞ്ഞോളൂ. ശരി. Thank you, ma'am, for today's class. It was so helpful for teaching and our social life also. I hope today everyone can understand the detailed about SUPW, and I believe everyone will take this into heart and apply into life also. And ma'am give a short revision of our lesson. Thank you for that also, and I'll take this opportunity to sign up this class. Thank you, ma'am. Thank you, friends. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, ma'am. Thank you, Miss.